നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജലനിരപ്പ് ഉയർന്നു. പീച്ചി ഡാം വെള്ളിയാഴ്ച തുറക്കും. മണലി, കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ചാലക്കുടി പരിയാരത്ത് വീട്ടമ്മയെ വീടിനുള്ളിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. പുതുക്കാട് സെന്ററിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീന സാഹചര്യമുള്ള 2 കടകൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകി. മുല്ലശ്ശേരി തണ്ണീർ കായലിന് സമീപം താമസിക്കുന്ന 10ഓളം കുടുംബാംഗങ്ങൾ വെള്ളക്കെട്ട് ദുരിതത്തിൽ. ഇരിങ്ങാലക്കുട ടൗണിൽ പട്ടാപ്പകൽ ബൈക്കിലെത്തിയ 2 അംഗ സംഘം സ്ത്രീയുടെ മാല പൊട്ടിച്ചു. ദേശീയപാതയിൽ പലയിടത്തും അടിപ്പാതകൾ അനുവദിച്ചിട്ടും നെല്ലായി ജംഗ്ഷനിൽ സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുവാനുള്ള സംവിധാനമില്ല. വിശദമായ വാർത്തയിലേക്ക്. ജലനിരപ്പ് ഉയർന്നു. പീച്ചി ഡാം വെള്ളിയാഴ്ച തുറക്കും. മണലി, കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. പീച്ചി ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ സാമാന്യം നല്ല രീതിയിൽ മഴ ലഭിച്ചതിനാൽ ഡാമിലേക്ക് നീരൊഴുക്ക് തുടരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി ജൂൺ 20 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ KSEB ചെറുകിട വൈദ്യുതി ഉൽപാദന നിലയം റിവേഴ്സ് ലൂയിസ് വഴി വെള്ളം തുറന്നുവിടും. മണലി, കരുവന്നൂർ പുഴകളിലെ നിലവിലെ ജലനിരപ്പിൽ നിന്നും പരമാവധി 20 സെന്റിമീറ്റർ കൂടി ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണെന്ന് പീച്ചി ഡാം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ചാലക്കുടി പരിയാരത്ത് വീട്ടമ്മയെ വീടിനുള്ളിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇസ്രായേലിൽ ജോലിക്ക് പോയിരുന്ന സിമി ഒരാഴ്ച മുൻപാണ് നാട്ടിലെത്തിയത്. ചാലക്കുടി പരിയാരത്ത് വീട്ടമ്മയെ വീടിനുള്ളിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. പരിയാരം പള്ളിക്ക് സമീപം കരയിടത്ത് വീട്ടിൽ ഷൈജുവിന്റെ ഭാര്യ സിമിയെയാണ് തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടത്. ഇസ്രായേലിൽ ജോലിക്ക് പോയിരുന്ന സിമി ഒരാഴ്ച മുൻപാണ് നാട്ടിലെത്തിയത്. ബുധനാഴ്ച വൈകിട്ട് 5-നായിരുന്നു സംഭവം. സംഭവ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. സിമിയുടെ അമ്മയും മകളും പള്ളിയിൽ പോയ സമയത്താണ് സംഭവം. വീടിന്റെ മുകളിലത്തെ നിലയിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ് കിടക്കുന്ന നിലയിലായിരുന്നു. ചാലക്കുടി പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് സെന്ററിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തതും പഴകിയ ഭക്ഷണം കണ്ടെത്തിയതുമായ 2 കടകൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകി. 2 ദിവസത്തിനുള്ളിൽ മറ്റുള്ള തട്ടുകടകൾ വൃത്തിയാക്കിയ ശേഷം ആരോഗ്യവകുപ്പിനെ അറിയിക്കാനും ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന ദേശീയ പാതയോരത്തെ തട്ടുകടകളിലാണ് പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയത്. എല്ലാ തട്ടുകടകളിലും ഭക്ഷണം തുറന്നുവച്ച നിലയിലായിരുന്നു. ഹെൽത്ത് കാർഡ് ഇല്ലാത്ത തൊഴിലാളികളാണ് ഭൂരിഭാഗം കടയിലുമുള്ളത്. അടുത്ത ദിവസം തന്നെ ഇവർക്ക് ഹെൽത്ത് കാർഡ് എടുക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ലേബൽ ഇല്ലാത്ത വറവ് പലഹാര പാക്കറ്റുകളും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. പുറത്തുനിന്ന് തട്ടുകടകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്നവരുടെ രേഖകൾ സൂക്ഷിക്കുന്നതിനും നിർദ്ദേശം നൽകി. ഇത്തരത്തിൽ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളാണ് കൂടുതലായി നൽകുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പുതുക്കാട് സെന്ററിലെ കടകളിൽ നിന്ന് വാങ്ങിയ ഭക്ഷണത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴുവിനെയും തേരട്ടയെയും കണ്ടെത്തിയതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പിന്റെ പരിശോധന. വഴിയാത്രക്കാരാണ് കൂടുതലായി പരാതിയുമായി എത്തുന്നത്. ദേശീയ പാതയോരത്തെ കടകളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങുന്ന ദൂരസ്ഥലങ്ങളിലുള്ളവർക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതായും പരാതി ഉയർന്നിരുന്നു. 2 ആഴ്ചയിലൊരിക്കൽ രാത്രി പരിശോധന കർശനമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. പുതുക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ R. രാജേഷ്, പഞ്ചായത്ത് തല ഹെൽത്ത് ഇൻസ്പെക്ടർ KG ഗീതുപ്രിയ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ റസാഖ്, നിമ്മി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. മുല്ലശ്ശേരി തണ്ണീർ കായലിന് സമീപം താമസിക്കുന്ന 10ഓളം കുടുംബാംഗങ്ങൾ വെള്ളക്കെട്ട് ദുരിതത്തിൽ. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ തണ്ണീർ കായലിന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറി. ദിവസങ്ങളായി പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ പലർക്കും പനിയും ചൊറിച്ചിലുമുണ്ടെന്ന് പരിസരവാസിയായ വീട്ടമ്മ പറയുന്നു. പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സുകളും മലിനമായ നിലയിലാണ്.
കെട്ടിനിൽക്കുന്ന വെള്ളത്തിലൂടെയുള്ള യാത്രയും ശുചിത്വമില്ലാത്ത അന്തരീക്ഷവും പകർച്ചവ്യാധികൾക്ക് ഇടയാക്കുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ. തണ്ണീർക്കായൽ മേഖലയിലേക്കുള്ള വെള്ളാമടം കണ്ണൻകാട് റോഡ് മണ്ണിട്ടുയർത്തിയാൽ മാത്രമേ വെള്ളക്കെട്ട് മൂലമുള്ള ദുരിതത്തിന് ഒരു പരിധിവരെയെങ്കിലും പരിഹാരം കാണാൻ കഴിയൂവെന്ന് പരിസരവാസികൾ പറയുന്നു. വാർഡ് മെമ്പറോടും പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അധികൃതർ അവഗണന തുടർന്നാൽ ശക്തമായ സമരവുമായി രംഗത്തിറങ്ങുമെന്ന് BJP പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു. ഇരിങ്ങാലക്കുട ടൗണിൽ പട്ടാപ്പകൽ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം സ്ത്രീയുടെ മാല പൊട്ടിച്ചു. കത്തീഡ്രൽ പള്ളിക്ക് മുന്നിൽ വെച്ച് 3 മണിയോടെയാണ് സംഭവം. കാറളം സ്വദേശിയായ നളിനിയുടെ മാലയാണ് കവർന്നത്. നളിനി ചന്തക്കുന്നിൽ അടക്കി വിൽക്കുന്നതിനായി എത്തി മടങ്ങുന്നതിനിടെയായിരുന്നു കവർച്ച. പള്ളിയുടെ മുന്നിലെത്തിയപ്പോൾ ചന്തക്കുന്ന് ഭാഗത്തു നിന്നും ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം നളിനിയുടെ മാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. സമീപത്തെ കടയിലെ CCTVയിൽ മോഷണ ദൃശ്യങ്ങൾ പതിഞ്ഞു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇരിങ്ങാലക്കുട പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശീയപാതയിൽ പലയിടത്തും അടിപ്പാതകൾ അനുവദിച്ചിട്ടും നെല്ലായി ജംഗ്ഷനിൽ സുരക്ഷിതമായി റോഡ് മുറിച്ച് കടക്കുവാനുള്ള സംവിധാനമൊരുക്കാൻ അധികൃതർക്ക് ആയിട്ടില്ല. അടിക്കടി അപകടങ്ങൾ ഉണ്ടാകുന്ന ഇവിടെ ട്രാഫിക് സിഗ്നൽ സംവിധാനമോ ഫുട് ഓവർ ബ്രിഡ്ജോ സ്ഥാപിക്കണമെന്ന ആവശ്യം പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ദേശീയപാത 4 വരി പാതയാക്കി നവീകരിച്ച കാലം മുതൽ നെല്ലായി ജംഗ്ഷനിൽ പ്രദേശവാസികൾ റോഡ് മുറിച്ചു കടക്കുന്നത് ജീവൻ പണയം വെച്ചാണ്. ഒട്ടേറെ അപകട മരണങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നിരന്തരം വാഹനങ്ങൾ ചീറിപ്പായുന്ന ദേശീയപാത മുറിച്ചു കടക്കാൻ പ്രായം ചെന്നവരും സ്കൂൾ കുട്ടികളുമാണ് ഏറെ വിഷമിക്കുന്നത്. പറപ്പൂക്കര പഞ്ചായത്തിലെ വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായ നെല്ലായിയിലാണ് പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാൾ, നെല്ലായി വില്ലേജ് ഓഫീസ്, നെല്ലായി സബ് രജിസ്ട്രാർ ഓഫീസ് എന്നീ സ്ഥാപനങ്ങൾ ഉള്ളത്. പന്തല്ലൂരിലുള്ള പറപ്പൂക്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, മൃഗസംരക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിലേക്കും നെല്ലായി ജംഗ്ഷനിലൂടെ വേണം എത്തിച്ചേരാൻ. വയലൂർ, ആലത്തൂർ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് കൊടകര, ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകാനായി നെല്ലായി ബസ് സ്റ്റോപ്പിൽ എത്തണമെങ്കിലും ദേശീയപാത മുറിച്ചു കടക്കണം. ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്തുള്ളവർക്ക് പുതുക്കാട്, തൃശൂർ, മണ്ണുത്തി ഭാഗങ്ങളിലേക്കുള്ള ബസ്സിൽ കയറണമെങ്കിലും ഏറെ പണിപ്പെട്ട് റോഡ് മുറിച്ചു കടക്കണം. ദേശീയപാത 4 വരി പാതയാക്കിയ ശേഷം നെല്ലായി ജംഗ്ഷനിൽ നടന്നിട്ടുള്ള അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 30-ലേറെയാണെന്നാണ് അനൌദ്യോഗിക കണക്ക്. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനും കാൽനടക്കാരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടി ഇവിടെ ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കണമെന്ന് വർഷങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെട്ടു വരുന്നുണ്ടെങ്കിലും ഈ ആവശ്യം അധികൃതർ ഇനിയും അംഗീകരിച്ചിട്ടില്ല. കാൽനട യാത്രക്കാർക്കായി ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും അതും നടപ്പായില്ല. വാഹനങ്ങളും കാൽനട യാത്രക്കാരും ദേശീയപാത മുറിച്ചു കടക്കുന്ന ജംഗ്ഷനാണെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ബ്ലിങ്കിംഗ് ലൈറ്റുകൾ മാത്രമാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. പേരാമ്പ്ര, ആമ്പല്ലൂർ തുടങ്ങിയ ജംഗ്ഷനുകളിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുകയും മറ്റ് പലയിടങ്ങളിലും അടിപ്പാതകൾ പരിഗണിക്കപ്പെടുകയും ചെയ്തിട്ടും നെല്ലായിയിലെ ദുരിതം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നതിൽ ജനങ്ങൾക്ക് അമർഷമുണ്ട്. കുറഞ്ഞത് ട്രാഫിക് സിഗ്നൽ സംവിധാനമോ ഫുട് ഓവർ ബ്രിഡ്ജോ സ്ഥാപിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 15 രൂപ കൂടി ഗ്രാമിന് 9265 രൂപ, പവന് 74,120 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ജലനിരപ്പ് ഉയർന്നു. പീച്ചി ഡാം വെള്ളിയാഴ്ച തുറക്കും. മണലി, കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ചാലക്കുടി പരിയാരത്ത് വീട്ടമ്മയെ വീടിനുള്ളിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. പുതുക്കാട് സെന്ററിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീന സാഹചര്യമുള്ള 2 കടകൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകി. മുല്ലശ്ശേരി തണ്ണീർ കായലിന് സമീപം താമസിക്കുന്ന 10ഓളം കുടുംബാംഗങ്ങൾ വെള്ളക്കെട്ട് ദുരിതത്തിൽ. ഇരിങ്ങാലക്കുട ടൗണിൽ പട്ടാപ്പകൽ ബൈക്കിലെത്തിയ 2 അംഗ സംഘം സ്ത്രീയുടെ മാല പൊട്ടിച്ചു. ദേശീയപാതയിൽ പലയിടത്തും അടിപ്പാതകൾ അനുവദിച്ചിട്ടും നെല്ലായി ജംഗ്ഷനിൽ സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുവാനുള്ള സംവിധാനമില്ല. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.